ഏതാ എന്താ നമ്മള് അല്ല ഈ ഒരു ക്യാരക്ടർ അതല്ല ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിംഗ് തലക്കുന്ന പ്രശ്നം പറ്റിയോ? അതാണ് എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവന് മറ്റേ സ്റ്റൊമക്കിന്റെ നീ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കാൻ സൃഷ്ടി കമ്മിറ്റഡ് ഓക്കെ. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോണി ചേട്ടന്റെ പാട്ട് നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടന് അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇവര് തന്ന ഒരു പറഞ്ഞല്ലോ കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് തന്നെ എത്തിയില്ലായിരുന്നു. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സജഷൻസ് പറയും റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ തെരുവുറത്തിന് പോയാലും നമ്മൾ കണ്ടിട്ടാണ്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടങ്ങൾ ചെയ്തു. അപ്പൊ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ചേട്ടൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും? ഞാൻ ഇന്ദ്രജിത്തിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം പറഞ്ഞു മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി മോളുടെ ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ആളുകൾ മാൻഡ്രസ് നമ്മളൊക്കെ ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മൾ തലയുന്നതും പിന്നെ മീശ ഇല്ലാത്ത മീശ നമ്മൾ ചെയ്യുന്നതും പിന്നെ അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓൺ ദി ബോർഡായി പോണ സമയത്ത് വളരെ എന്റെ രാജ്യത്തിനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ നമ്മളൊരു കോ-ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറാമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവരൊന്നും ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോ പല പിള്ളേരെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. എന്നാലും അറിയാം. മൂവി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഇരുത്തം വന്നൊരു പോലീസുകാരുടെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഞാൻ അങ്ങനെ അല്ല ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിലിപ്പോൾ CA ആയി. അപ്പോൾ അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇതുപോലെ SI ആയി, അപ്പോൾ CA ആയി. അതിൻ്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തഗ് ലൈഫ് വരുമ്പോൾ അതില് ഞാന് അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ ഇത്ര ധൈര്യമുള്ള ഒരു നടൻ കാര്യമായിട്ട് സത്യം അല്ല ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ടർ സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. അവനെ ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ജോലിയല്ലേ. അതല്ല ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീറ്റിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മൾ എന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവരെ ഉപയോഗിച്ചോക്കണം. നന്ദി.